ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമസോണിൽ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ദീപാവലിയൊക്കെ അല്ലേ, അപ്പോൾ ദീപാവലി ആയിട്ടും അല്ലാണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാ. അപ്പോൾ ഫസ്റ്റ് എന്തേ ഇത് നമ്മുടെ മടിയിൽ കിടക്കുന്ന ഒരു സംഭവം. ഇപ്പൊ ദീപാവലി ആയതിന്റെ പേരിൽ ഇത് വാങ്ങിച്ചു. ഓണത്തിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചു ദീപാവലി ആയപ്പോ വാങ്ങിക്കാം, അപ്പൊ ഡെക്കറൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ മാല ചെണ്ടുമല്ലിയുടെ മാല, 2 കളറുണ്ട്, ഒന്ന് മഞ്ഞ മാത്രം, പിന്നെ ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിപ്പോ അങ്ങനത്തെ മേടിച്ചു. പിന്നെ നമ്മൾ ദീപാവലിക്ക് മേടിച്ചത് ഇതിങ്ങനെ ഒരു പാത്രം. ഇതിനകത്ത് ഇങ്ങനെ ഞാൻ വിചാരിച്ചു പൂവൊക്കെ ഇട്ടിട്ട് ദീപമൊക്കെ കത്തിച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് ഈ പാത്രം. പിന്നെ നമ്മൾ മേടിച്ചതാണ് ലൈറ്റ് മേടിച്ചത്. ചെറിയതാണ് കേട്ടോ, കുഞ്ഞി വാം ലൈറ്റിന്റെ കുഞ്ഞി ബൾബിന്റെ. അപ്പൊ അത് ഹാളിൽ എവിടെയെങ്കിലൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇതൊക്കെ ഡെക്കർ ചെയ്യാനായിട്ട് ദീപാവലി ഡെക്കർ ചെയ്യാനായിട്ട് മേടിച്ചത് ലൈറ്റ്. പിന്നെ ദീപാവലിക്കായിട്ട് വേറെ അങ്ങനെ മേടിച്ചിട്ടില്ല, എത്ര മേടിച്ചിട്ട് പിന്നെ ഇവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ലാട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ല്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് കുറേ സ്മെല്ലുകളാണ് കേട്ടോ. ഒക്കെ ഇതിന്റെ ജാസ്മിന്റെ, റോസിന്റെ, ലെമണിന്റെ, അങ്ങനെ കുറേ ഫ്രാഗ്രൻസും കാര്യങ്ങളുമാണ് കേട്ടോ. അത് ആരോമ ഡിഫ്യൂസർ ഓയിൽ, അതായത് അപ്പൊ ഇത് എത്ര പീസ്? 1 2 3 4 5 6 പീസ് ഉണ്ട് കേട്ടോ. 6 പീസിന് നമുക്ക് 300 സംതിങ് എത്രയോ ആയി ഇതിന്. ഇതുമുള്ള റേറ്റ് 999 രൂപ നമുക്ക് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ആമസോണിൽ നിന്ന് 300 സംതിങ്ങിന് കിട്ടിട്ടാ, 375 അങ്ങനെ എത്രയോ കണ്ടിരുന്നു, അത്രയും രൂപയ്ക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ അങ്ങനെ മണക്കാൻ നല്ല സ്മെല്ലാട്ടാ. ചിലതിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് മണപ്പിക്കുമ്പോൾ നമുക്ക് ചിലതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ജാസ്മിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചിലതിന്റെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. 1 2 എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ 1 2 എണ്ണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പറഞ്ഞേ ഈ ഒരു സംഭവം കേട്ടാ. ഇതിന്റെ കേബിൾ ഇതിന്റെ ഒരു കേബിളും കൂടി കിട്ടാം. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് വെള്ളം നമ്മൾ ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ല് എടുത്തിട്ട് ഇതിൽ ഒരു 5 to 6 ഡ്രോപ്സ് ഒക്കെ ഒഴിക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഒരു കേബിൾ ഉണ്ട്, ഇത് അടച്ചിട്ട് കേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഓണാക്കി കഴിഞ്ഞാൽ സ്മെല്ല് വരും, ഇതിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക് വരും. ഇത് ലിവിംഗ് റൂമിലൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളി സംഭവമായിരിക്കും കേട്ടോ. അപ്പൊ ഇതിനും നമുക്ക് 300 എത്രയും രൂപ വന്നിട്ടുള്ളൂ. ചെറുതല്ലേ, അപ്പൊ 300 അത്ര രൂപ വന്നിട്ടുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് എത്ര നാൾ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. വില കുറയുന്നതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എത്ര നാൾ നിൽക്കുന്നൊന്നും ഓടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ആമസോണിൽ കണ്ടപ്പോ നമ്മളൊന്ന് ജസ്റ്റ് വാങ്ങിച്ചു നോക്കി, അത്രേ ഉള്ളൂ. കിട്ടിയപ്പോ നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിട്ടാ എങ്ങനെയുണ്ട്, സ്മെല്ല് വരുന്നുണ്ടോ. അപ്പൊ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, പക്ഷെ സ്മോക്ക് ഇതിലേക്ക് കൂടെ വളരെ ചെറുതായിട്ട് വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സെപ്പറേറ്റ് മേടിക്കണം, ഇത് സെപ്പറേറ്റ് മേടിക്കണം, അങ്ങനെ മേടിച്ചത്. അങ്ങനെ മേടിച്ചൊരു സംഭവമാണിത്. ഇതിന്റെ സ്മെല്ലൊക്കെ എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ് സ്മെല്ല്. ഇതിന്റെ പാക്കിംഗ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട്, നല്ല രസമില്ലേ ഇതിന്റെ പാക്കറ്റ് കാണാൻ. ഇതിന്റെ പാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാക്കറ്റൊക്കെ എനിക്ക് സ്മെല്ല നല്ലതാ. പിന്നെ ഇത് ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പൈപ്പുമ്മലൊക്കെ കിച്ചണിൽ നമ്മൾ എക്സ്റ്റൻഷൻ പൈപ്പുമ്മ വെക്കില്ലേ സ്പ്രേ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിന്മേ സ്പ്രേയുടെ ബട്ടൺ ഉണ്ട്, പിന്നെ ഫോഴ്സ് ആയിട്ട് വീഴാനായിട്ടുള്ള ഇതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൈപ്പിന് കുറച്ച് നീളം കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പൊ നമ്മള് പാത്രമൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തണ്ടലിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി.
അപ്പൊ അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചൊരു ഐറ്റാണ് ഇത്. അപ്പൊ ഇത് വെച്ചിട്ട് അപ്പൊ കുറച്ചും കൂടെ ഒരു നീളം കിട്ടൂലോ പൈപ്പിന്, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നിന്ന് കഴുകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ മേടിച്ചൊരു ഐറ്റാണ് ഇത്. ഇതിന് എത്രയാ, ഇതിന് 500 എത്ര കണ്ടിട്ടാ, 500-400 എത്ര, 500-ന്റെ ഉള്ളിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത്. പിന്നെ ഇത് ലച്ചുമോള് ലബുബു ഇല്ലേ, ലബുബു എന്ന് പറഞ്ഞ കരഞ്ഞിട്ട് വാങ്ങിച്ചൊരു ഐറ്റം. ഇത് നമ്മുടെ ഒറിജിനൽ ലബുബു ഒന്നും അല്ല കേട്ടാ. ഇത് കണ്ടോ, നമുക്കിങ്ങനെ കീ ചെയിൻ പോലെ യൂസ് ചെയ്യുന്ന ലബുബു. അപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ലബുബു എന്ന് പറയുമ്പോ ലബുബുന്റെ ഷേപ്പ് കണ്ടാൽ മതിയല്ലോ. അങ്ങനെ മേടിച്ചിട്ട് ലബുബു എന്നിട്ടാ. സൗണ്ട് ഒന്നും ഇല്ല അല്ലേ? തല തിരിക്കാൻ പറ്റും, കൈ തിരിക്കാൻ പറ്റും, കാല് തിരിക്കാൻ പറ്റും. അതെ, മൊത്തത്തിൽ തിരിക്കാൻ പറ്റും. ലച്ചുവിനെ പോലെ തന്നെ തല തിരിക്കാം. അപ്പൊ അങ്ങനെ മേടിച്ചിട്ട് ലബുബു. ഇതിപ്പോ എവിടെ മാറ്റിയിടും വെച്ചുമോനെ? മേത്താ. ഇത് നമുക്ക് ലച്ചുവിന്റെ റൂമിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് അങ്ങനെ. ഇല്ല, ഞാനത് എന്താ ഇതിന്റെ കൂടെ വെച്ചിരിക്കുന്ന. ഈ ലബൂബ് എന്തുകൊണ്ട് ഇത്രയും ട്രെൻഡായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇത്രയും ട്രെൻഡായേ? ലച്ചുമോൾക്കും അറിയില്ല എന്തുകൊണ്ട് ട്രെൻഡായി. പക്ഷെ പിള്ളേർക്കൊക്കെ ലബൂബ് വേണം. അങ്ങനെ വാങ്ങിച്ചൊരു ഐറ്റം. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഒന്നല്ല, വളരെ ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ മേടിച്ച ചെറിയൊരു ഐറ്റം മൊബൈൽ സ്റ്റാൻഡ് കേട്ടോ. ഇതെന്നിട്ടത് പൂച്ച കാറ്റാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ആണോ എന്തിട്ടാന്ന് അറിയില്ല. അതിന്റെ ഒരു ഫേസ് ഒക്കെ ആയിട്ട് ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് കേട്ടോ. ക്യൂട്ട് മൊബൈൽ സ്റ്റാൻഡ്. ഇതിന് 100 എത്രയും കണ്ടായിട്ടുള്ളൂ. അത്ര പൈസ ഒന്നും ആയിട്ടില്ല. ചെറിയൊരു മൊബൈൽ സ്റ്റാൻഡ് അല്ലേ. അപ്പൊ അതിന് 3 ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ചെറിയൊരു ഐറ്റം. അപ്പൊ ഇത്രയും വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.